പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സ് ആയിരുന്നു പഠിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കുറേ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും അതല്ലെങ്കിൽ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂവിലും പ്രധാനമായിട്ട് നോക്കാനുള്ള അവസാനം വരുന്ന രണ്ട് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരേ ടോപ്പിക്കിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുണ്ടായിരിക്കും ഒരു മൊഡ്യൂളിൽ. അതായത് നമുക്ക് ഈ കാണുന്ന ഒരു ടോപ്പിക്, അതായത് വർക്കിംഗ് ഓഫ് ബോംബ് കലോറിമീറ്ററും അതുപോലെ തന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്ററും. നമുക്ക് ആ ഒരു ടോപ്പിക്കും കൂടി നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്ററിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു 7 മാർക്ക് എന്തായാലും നമുക്ക് സ്കോർ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് ആ ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഏകദേശം 5ഓളം ക്ലാസ്സുകളാണ് മൊഡ്യൂൾ 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് മിക്കവാറും ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക, നമുക്ക് ബോംബ് കലോറിമീറ്റർ. ഓക്കെ, ഇപ്പോൾ കലോറിമീറ്ററാണ് അല്ലേ. അപ്പോൾ നമ്മൾ കലോറിഫിക് വാല്യൂവിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വെച്ച കാര്യമാണ്, എന്താണ് കലോറിഫിക് വാല്യൂ എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് നമ്മുടെ ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോംബ് കലോറിമീറ്ററും ഉണ്ട്, അതുപോലെ ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്ററും ഉണ്ട്. അപ്പോൾ അവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ബോംബ് കലോറിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലിക്വിഡ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ്. ഓക്കെ, ലിക്വിഡ് ഫ്യൂവൽസിൻ്റെ കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ബോംബ് കലോറിമീറ്റർ യൂസ് ചെയ്യും. എന്നാൽ ഒരു ഗ്യാഷ്യസ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്ററാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ജങ്കേഴ്സ് ഗ്യാസാണ്, ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ. സോ ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ യൂസ് ചെയ്യുന്നത് ഗ്യാഷ്യസ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാനും, എന്നാൽ ബോംബ് കലോറിമീറ്റർ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഫ്യൂവൽസിൻ്റെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാനാണ്. ഇനി നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നമുക്ക് സാധാരണ ഉണ്ടാകാറുള്ളത് എക്സ്പ്ലെയിൻ അബൌട്ട് ബോംബ് കലോറിമീറ്റർ വിത്ത് എ നീറ്റ് സ്കെച്ച് പറയും. അപ്പോൾ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കേണ്ടി വരും. അപ്പോൾ താരതമ്യേന എളുപ്പമുള്ള ഡയഗ്രാം നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് അതിൽ ഓരോ പാർട്സും മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഭാഗങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. അതിൽ വരുന്ന ഫസ്റ്റത്തെ ഒരു ഭാഗം ക്രൂസിബിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ക്രൂസിബിൾ. ഓക്കെ, ഞാൻ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്, അതായത് ക്രൂസിബിൾ എന്ന് പറയുന്ന ഭാഗമാണ് അവിടെ കാണുന്നുണ്ടായിരിക്കുക. ഇനി അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് സ്റ്റീൽ ബോംബ്. ഓക്കെ, സ്റ്റീൽ ബോംബ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു കണ്ടെയ്നർ പോലത്തെ ഭാഗമാണ് സ്റ്റീൽ ബോംബ്. ഓക്കെ, സ്റ്റീൽ ബോംബിനകത്താണ് നമ്മുടെ ക്രൂസിബിൾ വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ക്രൂസിബിളിനകത്താണ് നമ്മൾ ഇവിടെ കാണുന്ന പോലെ സാമ്പിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്ന ലിക്വിഡ് ഫ്യൂവൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക ആ ക്രൂസിബിളിനകത്തായിരിക്കും. അവിടെ ഒരു യെല്ലോ കളറിലായിട്ട് കാണുന്ന നമ്മുടെ ആ ഒരു ഫ്യൂവൽ ഫില്ല് ചെയ്ത് വെച്ച കാര്യമാണ്. ഓക്കെ, ഇനി അതേ സ്ഥലത്ത് തന്നെ നമുക്ക് നോക്കുമ്പം ഇഗ്നിഷൻ കോയിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇഗ്നിഷൻ കോയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഈ ഒരു കോയിലാണ് ഇഗ്നിഷൻ കോയിലായിട്ട് അവിടെ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും വരുന്നൊരു ഭാഗം നമ്മുടെ ഈ ഒരു ഇഗ്നിഷൻ കോയിലിൻ്റെ എൻഡിലായിട്ട് നോക്കിയാൽ മനസ്സിലാവും ഇഗ്നിഷൻ വയേഴ്സ്. ഓക്കെ, ഈ കോയിൽ നേരെ താഴോട്ട് വരുന്നതുകൊണ്ടാണ് ഇവിടെ കോയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ എൻഡിൽ ഇഗ്നിഷൻ വയേഴ്സ് ഉണ്ടായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നൊരു ഭാഗം ഓക്സിജൻ സപ്ലൈ ചെയ്യാനുള്ള ഒരു ട്യൂബ് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതുവഴി നമ്മുടെ ഈ ഒരു ക്രൂസിബിളിനകത്തേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാനുള്ള ഒരു ട്യൂബ് വെർട്ടിക്കലായിട്ട് കാണുന്നുണ്ടായിരിക്കും. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് നമ്മുടെ തെർമോമീറ്റർ. ഓക്കെ, അപ്പോൾ തെർമോമീറ്റർ ഇവിടെ ഇമ്മേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കുക ഒരു വാട്ടറിനകത്തായിരിക്കും എന്ത് ചെയ്യുക, തെർമോമീറ്റർ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ക്രൂസിബിളിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ ബോംബിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ
സ്റ്റീൽ ബോംബിന് ചുറ്റും ഉണ്ടായിരിക്കുന്ന വാട്ടറാണ്. സ്റ്റീൽ ബോംബ് വാട്ടറിനകത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്റ്റിറർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ കാണുന്നതായിരിക്കും ഒരു ട്യൂബല്ല, ഒരു ഷാഫ്റ്റും അതുപോലെ ഷാഫ്റ്റിൻ്റെ എൻഡിലായിട്ട് ഒരു ഫാൻ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോവർ പോലത്തെ ഭാഗം. ആ വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് സ്റ്റിറർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ബോംബ് കലോറിമീറ്ററിൽ വരുന്ന ഭാഗങ്ങൾ. പിന്നെ ഇൻസുലേറ്റിംഗ് ജാക്കറ്റ് ഉണ്ട്, പിന്നെ എയറിൻ്റെ ഒരു സ്പേസ് ഉണ്ട്, വാട്ടറിൻ്റെയും ആ പുറമേയുള്ള കണ്ടെയ്നറിന് ഇടയ്ക്ക് ഒരു എയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടെയ്നർ ബക്കറ്റ് എന്ന് പേര് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹീറ്റർ. ഓക്കെ, അപ്പോൾ ഹീറ്റർ പ്രധാനപ്പെട്ട ഭാഗമാണ് ഹീറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം ഇത്രയും പാർട്സുകൾ ഇതിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു, നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഒരു ബോംബ് കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് നമ്മുടെ ബോംബ് കലോറിമീറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ. ഒരു ലിക്വിഡ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് ബോംബ് കലോറിമീറ്റർ. അപ്പോൾ അവിടെ നോക്കുക, നമ്മൾ ആ ഒരു ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ പോകുന്ന ലിക്വിഡ് ഫ്യൂവൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയാണ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക, കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ക്രൂസിബിളിനകത്തായിരിക്കും ആ ഒരു നമ്മുടെ നമ്മൾ ഏത് ലിക്വിഡ് ഫ്യൂവലാണോ ആ ലിക്വിഡ് ഫ്യൂവൽ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുക ആ ഒരു ക്രൂസിബിളിനകത്തായിരിക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ക്രൂസിബിളിലേക്ക് നമ്മളിവിടെ കാണുന്ന പോലെ അല്ലേ, ഇഗ്നിഷൻ വയേഴ്സിനിടയിലായിട്ട് ഇഗ്നിഷൻ കോയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫ്യൂവലിനെ കത്തിക്കാൻ, ബേൺ ചെയ്യാൻ എന്ത് ചെയ്യുക, എനർജി കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സ്പാർക്ക് കൊടുക്കുന്ന ഭാഗമാണ് നമ്മുടെ ഇഗ്നിഷൻ കോയിൽ എന്ന് പറഞ്ഞാൽ. അതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ക്രൂസിബിളിനകത്തുള്ള ഫ്യൂവലിനെ കത്തിക്കണം. അപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഇഗ്നിഷൻ കോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രൂസിബിളിൻ്റെ ഫംഗ്ഷൻ നമുക്ക് മനസ്സിലായി. ക്രൂസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഫ്യൂവൽ ഫില്ല് ചെയ്തെടുക്കുന്ന ഭാഗമാണ്. ഇനി നമുക്ക് ഇതൊരു ക്ലോസ്ഡ് ചാമ്പറാണ് കേട്ടോ, ഈ കാണുന്ന ക്ലോസ്ഡ് ചാമ്പറാണ്. അതിൻ്റെ പേര് സ്റ്റീൽ ബോംബാണ്. അതായത് ഇതിനകത്ത് വെച്ചായിരിക്കും എന്ത് ചെയ്യുക, ആ ഫ്യൂവൽ ബേൺ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ആ സ്റ്റീൽ ബോംബിൻ്റെ പുറമേയായിട്ട് ഇവിടെ ഒരു ചുറ്റും ഹീറ്റർ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടായിരിക്കും ഹീറ്റർ. അതായത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിനകത്തുള്ള ഫ്യൂവൽ കത്തുമ്പം എന്തായിരിക്കും അവിടെ അപ്പോൾ കത്തുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് ഒരു ഫയർ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഓക്സിജൻ്റെയും കൂടി സഹായം വേണം അല്ലേ. അപ്പോൾ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലേ ഫയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഓക്സിജൻ്റെ പ്രസൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ട്യൂബാണ് നമുക്കിവിടെ ഓക്സിജൻ സപ്ലൈ എന്ന് കാണുന്നുണ്ടായിരിക്കാം. ആ സ്റ്റീൽ ബോംബിനകത്തേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാനുള്ള ഭാഗമാണ് ആ ഒരു ഓക്സിജൻ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ ഒരു ക്രൂസിബിളിനകത്തുള്ള ഫ്യൂവലിനെ ഇഗ്നിഷൻ കോയിൽ വെച്ച് നമ്മൾ കത്തിക്കും. എന്ത് ചെയ്യും, ആ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഹീറ്റ് എനർജി എന്ത് ചെയ്യും, ഈ ഹീറ്ററിനെ ഹീറ്റ് ചെയ്യുകയും ആ ഹീറ്റ് എനർജി എന്ത് ചെയ്യും, ഹീറ്റർ വഴി നമ്മുടെ ചുറ്റുമുള്ള ഇവിടെ കാണുന്നതായിരിക്കും നീല കളറിൽ ചുറ്റും വാട്ടറാണുള്ളത്, ആ വാട്ടറിലേക്ക് എന്ത് ചെയ്യും, ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ എല്ലാം വാട്ടറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താനായിട്ട് സ്റ്റിറർ എന്ന് പറയുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ ഒരു വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നൊരു കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് ഇനി ഈ ഒരു ബോംബ് കലോറിമീറ്റർ വെച്ച് കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ ഒരു തെർമോമീറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്ടറിലേക്കാണ് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഫ്യൂവൽ ബേൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം ഉണ്ടായിരുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യും, ആ തെർമോമീറ്റർ വെച്ച് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ, അതായത് ഫ്യൂവൽ ബേൺ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ നമ്മൾ ആദ്യം കണ്ടെത്തും, അല്ലെങ്കിൽ ആദ്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ശേഷം എന്ത് ചെയ്യും, നമ്മളിതിനകത്ത് ഉള്ള ഫ്യൂവൽ കത്തിച്ചതിന് ശേഷം നമുക്കറിയാം ഇതിനകത്ത് ഹീറ്റ് എനർജി ഉണ്ടായിരിക്കും. ആ ഹീറ്റ് എനർജി ഈ ഹീറ്റർ വഴിയായിരിക്കും എന്ത് ചെയ്യുക, വാട്ടറിലേക്ക് ട്രാൻസ്ഫർ വന്നിട്ടുണ്ടായിരിക്കുക. ശേഷം എന്ത് ചെയ്യും, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വാട്ടറിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ നമ്മൾ ഫൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ
തെർമോമീറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യും, അതിൽ നമുക്ക് ഫൈനൽ ടെമ്പറേച്ചർ ആ തെർമോമീറ്റർ ഉപയോഗിച്ച് കിട്ടും. ഇനി ഇപ്പോൾ കിട്ടിയുള്ള ഫൈനൽ ടെമ്പറേച്ചറും ആദ്യം കിട്ടിയുള്ള ഇനീഷ്യൽ ടെമ്പറേച്ചറിൻ്റെയും ആ ഒരു 2 വാല്യൂസ് വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബോംബ് കലോറിമീറ്റർ ഉപയോഗിച്ച് നമ്മൾ കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോംബ് കലോറിമീറ്ററിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ഫിഗർ കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അതിൽ ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഓരോ ഭാഗത്തിൻ്റെയും ഫങ്ഷൻസ് നമുക്ക് പറയാൻ പറ്റും, അതുപോലെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ബോംബ് കലോറിമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു നമുക്കതിൽ ജംഗേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ബോംബ് കലോറിമീറ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ പോയിൻറ്റ്സും ഇവിടെ കാണുന്നുണ്ടായിരിക്കും, ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ്. സ്റ്റീൽ ബോംബ് എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് സീൽഡ് കണ്ടെയ്നർ വെർ ദ ഫ്യൂവൽ സാമ്പിൾ ഈസ് ബേൺഡ്. അല്ലെങ്കിൽ നമ്മൾ ആ ഫ്യൂവൽ സാമ്പിൾ ബേൺ ചെയ്യുന്ന ആ ഒരു സ്ട്രോങ് കണ്ടെയ്നറാണ്, സ്റ്റീൽ കണ്ടെയ്നറാണ്, സീൽഡ് കണ്ടെയ്നറാണ് സ്റ്റീൽ ബോംബ് എന്ന് പറയുന്നത്. പിന്നെ ഓക്സിജൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ ബോംബ് ഈസ് ഫിൽഡ് വിത്ത് ഓക്സിജൻ ടു സപ്പോർട്ട് കമ്പഷൻ. അല്ലേ, ആ ഒരു കമ്പഷൻ നടക്കുന്നത് എന്ത് വേണം, ഓക്സിജൻ്റെ സഹായം വേണം, അതിന് സപ്ലൈ ചെയ്യാനുള്ള ഭാഗമാണ് ഓക്സിജൻ സപ്ലൈ. പിന്നെ വാട്ടർ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ചുറ്റും ആ ഒരു നമ്മുടെ സ്റ്റീൽ ബോംബ് വാട്ടർ ജാക്കറ്റിലായിരിക്കും ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾ വാട്ടർ ജാക്കറ്റ്. സറൗണ്ട്സ് ദ ബോംബ് ഫിൽഡ് വിത്ത് എ നോൺ എമൗണ്ട് ഓഫ് വാട്ടർ ടു അബ്സോർബ് ദ ഹീറ്റ് റിലീസ്ഡ്. അപ്പോൾ ആ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെ, വാട്ടർ അബ്സോർബ് ചെയ്യും. എന്ത് ചെയ്യും, വാട്ടർ ടെമ്പറേച്ചർ മാറും. വാട്ടർ ഇനീഷ്യൽ ടെമ്പറേച്ചർ നമ്മൾ ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും, ആ ഇനീഷ്യൽ ടെമ്പറേച്ചറും പിന്നെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് ആ ഒരു ഫ്യൂവൽ ബേൺ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഫൈനൽ ടെമ്പറേച്ചറും നമ്മൾ മെഷർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു കലോറിഫിക് വാല്യൂ നമ്മൾ ഫൈനലി കണ്ടെത്തുന്നുണ്ടായിരിക്കാം. പിന്നെ തെർമോമീറ്റർ നമുക്കറിയാം, ഇറ്റ് മെഷേഴ്സ് ദ ടെമ്പറേച്ചർ ചേഞ്ചിങ് ദ വാട്ടർ, അല്ലെ, വാട്ടർ ടെമ്പറേച്ചർ ചേഞ്ച് അളക്കാനാണ് നമ്മൾ ആ ഒരു തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റിറർ എൻഷോഴ്സ് യൂണിഫോം ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ വാട്ടർ. അതായത് വാട്ടറിൻ്റെ എല്ലാ ഭാഗത്തേക്കും യൂണിഫോം ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ സ്റ്റിറർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇഗ്നിഷൻ സിസ്റ്റമാണ്. നമുക്കറിയാം, ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കുന്ന സിസ്റ്റമാണ്. ആൻ ഇലക്ട്രിക് വയർ ഓർ ഫ്യൂസ് ടു ഇഗ്നൈറ്റ് ദ ഫ്യൂവൽ ഇൻസൈഡ് ദ ബോംബ്. ആ സ്റ്റീൽ ബോംബിനകത്തുള്ള ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യിക്കുകയാണ് നമ്മുടെ ഇഗ്നിഷൻ സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ഫങ്ഷൻസ് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, പക്ഷേ ഇത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമാകും. അതിലെല്ലാം ഇവിടെ കാണുന്ന പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ ലാസ്റ്റ് പോയിൻ്റ് നോക്കാം. കലോറിഫിക് വാല്യൂ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് പറയുന്നുണ്ട്. ദ കലോറിഫിക് വാല്യൂ ഓഫ് ദ ഫ്യൂവൽ ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ ചേഞ്ച്. ആ ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ കലോറിഫിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ബോംബ് കലോറിമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഇനി സെയിം അതേപോലത്തെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മുടെ ജംഗേഴ്സ് ഗ്യാസ് കലോറിമീറ്ററിൽ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡയഗ്രത്തിൽ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ബാക്കിയെല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോംബ് കലോറിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനും, എന്നാൽ ജംഗേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതിനായിരിക്കും നമ്മുടെ ഗ്യാഷ്യസ് ഫ്യൂവലിൻ്റെ പേര് തന്നെ ഉണ്ടല്ലേ, ഗ്യാഷ്യസ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ നമ്മൾ ജംഗേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഓരോ പാർട്സിലേക്ക് പോകാം. ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു കോമൺ ലോജിക് എന്ന് പറയുന്നതാണ്, നമ്മൾ ഒരു കണ്ടെയ്നറിനകത്ത് വെച്ച് നേരത്തെ ബോംബ് കലോറിമീറ്റർ ആകുമ്പോൾ ആ ഫ്യൂവൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ബേൺ ചെയ്യിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഹീറ്റ് എനർജി നമ്മൾ ചുറ്റുള്ള വാട്ടർ ജാക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വാട്ടറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ശേഷമുള്ള ടെമ്പറേച്ചറും കാണും. അത് വെച്ചിട്ടായിരിക്കും, ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് വെച്ചായിരിക്കും നമ്മൾ കലോറിഫിക് വാല്യൂ ഫൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ആകുമ്പോൾ എന്താണ്, ഗ്യാഷ്യസ് ഫ്യൂവലാണ് ഉണ്ടായിരിക്കുക, അല്ലേ. നമ്മൾ സാധാരണ അറിയുന്ന പോലെ ഒരു ഗ്യാസ് സിലിണ്ടറിനകത്ത് ഓക്കെ ഗ്യാഷ്യസ് ഫ്യൂവൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു CNG അല്ലെങ്കിൽ നമ്മുടെ LPG ആണെന്ന് വിചാരിക്കുക, ഗ്യാഷ്യസ് ഫ്യൂവൽ. എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു സിലിണ്ടറിനകത്ത് നമ്മൾ നേരെ ഒരു ട്യൂബ് വഴി നമ്മൾ ഗ്യാസ് മീറ്ററിലേക്ക് കണക്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഗ്യാസ് മീറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്യാസ് മീറ്ററിനെ ഒരു കൃത്യമായ അളവിൽ അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഗ്യാസാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അളവ് കിട്ടാനാണ്, അല്ലെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് എടുക്കാനാണ് നമ്മൾ ഇവിടെ ഗ്യാസ് മീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ശേഷം ആ ഗ്യാസ് മീറ്ററിലൂടെ പോയിട്ട് പിന്നെ പോകുന്നത് ഒരു പ്രഷർ റെഗുലേറ്ററിൻ്റെ അകത്ത് കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രഷറിനെ, ആ ഒരു സിലിണ്ടറിൽ നിന്ന് വരുന്ന ഗ്യാസിൻ്റെ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിയന്ത്രിച്ചു കൊണ്ട് നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് പ്രഷർ റെഗുലേറ്റർ. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് പ്രഷറിൽ ആ ഒരു ഗ്യാഷ്യസ് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യാനാണ് നമ്മുടെ പ്രഷർ റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് പ്രഷറിലായിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു പ്രഷർ റെഗുലേറ്റർ വഴി, അല്ലെങ്കിൽ ആ റെഗുലേറ്റർ എന്ത് ചെയ്യും, അതിനെ നിയന്ത്രിക്കും. ഒരു കോൺസ്റ്റൻ്റ് പ്രഷറിലായിരിക്കും നമ്മുടെ ഈ ഒരു ബേണറിൻ്റെ അകത്തേക്ക് വരിക. ഓക്കെ, ഈ ബേണർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ സ്റ്റൗ ഉണ്ടല്ലോ, സ്റ്റൗ നമുക്ക് സാധാരണ നമ്മൾ സ്റ്റൗവിൻ്റെ ആ നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബേർണറിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ സിലിണ്ടറിലുള്ള ഇവിടെ പറഞ്ഞ ഒരു സിലിണ്ടറിലുള്ള ഗ്യാസ് എന്ത് ചെയ്യും, നമ്മുടെ ബേർണറിലേക്ക് വരും. അതേപോലെ തന്നെ ഇത് ഇവിടെ കാണുന്ന നമ്മുടെ ബേർണറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സിലിണ്ടർ ഓണാക്കി അതിൻ്റെ വാൾവ് ഓണാക്കിയാൽ ഗ്യാഷ്യസ് ഫ്യൂവൽ ഈ പ്രഷർ റെഗുലേറ്റർ വഴി, ഗ്യാസ് മീറ്റർ വഴി ഇതിലൂടെ സപ്ലൈ ചെയ്യും. നമുക്കറിയാം, നമ്മൾ സാധാരണ സ്റ്റൗ കത്തിക്കാറുണ്ട് അല്ലേ, ഗ്യാസ് LPG ഗ്യാസ് ഉപയോഗിക്കുന്ന സ്റ്റൗ നമ്മൾ കത്തിക്കാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഗ്യാസ് സ്റ്റൗവിൻ്റെ നോബ് തിരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ബർണർ വഴി എന്ത് ചെയ്യും, ഗ്യാസ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. നമ്മളെന്ത് ചെയ്യും, ആ ഒരു നമ്മുടെ ഗണ്ണുണ്ടല്ലോ, നമ്മൾ സ്പാർക്ക് കൊടുക്കുന്ന ഗണ്ണ്, അത് വെച്ച് എന്ത് ചെയ്യും, നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ വെച്ച് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ വെച്ച് എന്ത് ചെയ്യും, ആ ഗ്യാസ് കത്തുകയും അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെയിം രൂപപ്പെടുകയും ചെയ്യും. നമ്മൾ സാധാരണ ഒരു സ്റ്റൗ കത്തിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ. ഇനി എന്ത് ചെയ്യും, നമ്മൾ മുന്നേ പഠിച്ച പോലെ, തൊട്ട് മുന്നേ ബോംബ് മീറ്ററിൽ പഠിച്ച പോലെ തന്നെ ഇവിടെ നോക്കാം, ഇവിടെ ചുറ്റും വാട്ടർ ജാക്കറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്ടർ ജാക്കറ്റ്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ വാട്ടർ ജാക്കറ്റ്. അതിൽ മൊത്തം വാട്ടർ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വാട്ടർ എവിടെ നിന്ന് വന്നിട്ടുണ്ടായിരിക്കാം, നമ്മുടെ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, വാട്ടർ ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലായിരിക്കും ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു തെർമോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു തെർമോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു തെർമോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ വാട്ടർ ഈ ട്യൂബ് വഴിയായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വാട്ടറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ അളക്കാനുള്ള തെർമോമീറ്ററാണ് ഫസ്റ്റ് കാണുന്ന തെർമോമീറ്റർ. എന്താ ചെയ്യും, ആ വാട്ടർ നേരെ ഈ വാട്ടർ ജാക്കറ്റിൽ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ചുറ്റും നമ്മുടെ ഫ്ലെയിം ഉണ്ടാവുന്ന ചുറ്റും വാട്ടർ ജാക്കറ്റിലായിരിക്കും വന്ന് നിൽക്കുന്നുണ്ടായിരിക്കുക. ഇതെല്ലാം വാട്ടർ ജാക്കറ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് വാട്ടർ ജാക്കറ്റാണ്. അപ്പോൾ ഇതിൽ വാട്ടർ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ഇനി പറഞ്ഞ പോലെ ഇവിടെ ഒരു തെർമോമീറ്റർ ഉണ്ട്. അതായത് നേരത്തെ പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യും, ഇവിടുന്ന് ഗ്യാഷ്യസ് ഫ്യൂവൽ എന്ത് ചെയ്യും, കത്തുന്ന സമയത്ത് ഇവിടേക്ക് മൊത്തം എനർജി ട്രാൻസ്ഫർ ചെയ്യും. ആ എനർജി ഡയറക്റ്റ് അങ്ങോട്ടാണ് പോകുന്നുണ്ടായിരിക്കുക, നമ്മുടെ ഈ വാട്ടർ ജാക്കറ്റിലെ വാട്ടറിലേക്കായിരിക്കും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ വാട്ടറിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ അളക്കാനുള്ള തെർമോമീറ്ററാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനീഷ്യൽ ടെമ്പറേച്ചറും കിട്ടും, ഇവിടുന്ന് ഫൈനൽ ടെമ്പറേച്ചറും കിട്ടും. ഓക്കെ, ആ കാര്യം മനസ്സിലായിരിക്കും. അതുപോലെ നമ്മുടെ ഈ ഒരു ഗ്യാഷ്യസ് ഫ്യൂവൽ കത്തുന്ന സമയത്ത് ഈ ഫ്ലൂ ഗ്യാസ്, ബേൺഡ് ഗ്യാസ് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെയും ഒരു തെർമോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സോസ്റ്റിലേക്ക് പോകുന്ന ആ ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ അളക്കാനാണ് നമ്മുടെ ആ ഒരു തെർമോമീറ്റർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്യാഷ്യസ് ഫ്യൂവൽ എന്തും അവിടെ കുറച്ച് കഴിയുമ്പോൾ അത് കണ്ടൻസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത് വാട്ടറായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കുറച്ച് എമൗണ്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിനെ സ്റ്റോർ ചെയ്യാനുള്ള ഭാഗമാണ് കണ്ടൻസേറ്റ് പറഞ്ഞ ചെറിയൊരു ഭാഗം കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ നമ്മുടെ വാട്ടർ ഇവിടുന്ന് വെള്ളം ചൂടായിട്ട് ആ ചൂടാകുന്ന ടെമ്പറേച്ചർ നമുക്ക് തെർമോമീറ്റർ കിട്ടും. ഇനി എന്തായിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇനീഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും വെച്ചായിരിക്കും, ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ ചേഞ്ച് വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ജംഗേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ഗ്യാഷ്യസ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നോക്കാം. എ ജംഗേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ എനർജി കണ്ടൻറ്റ് അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ ഓഫ് എ ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ജംഗേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ യൂസ് ചെയ്യുന്നത്. കമ്പഷൻ ചേമ്പർ നമുക്കറിയാം എന്താണ്, വെറുതെ ഗ്യാസ് ബേൺ ചെയ്യുന്ന ഭാഗമാണ് കമ്പഷൻ ചേമ്പർ. വാട്ടർ ജാക്കറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. എന്താണ്, സറൗണ്ട്സ് ദ കമ്പഷൻ ചേമ്പർ ടു അബ്സോർബ് ഹീറ്റ്, അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു ചേമ്പറാണ്. കമ്പഷൻ ചേമ്പറിന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ജാക്കറ്റാണ് വാട്ടർ ജാക്കറ്റ്. അടുത്ത ഗ്യാസ് മീറ്റർ, ഇറ്റ് മെഷേഴ്സ് ദ വോളിയം ഓഫ് ഗ്യാസ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ എത്രത്തോളം വോളിയമാണ് ഗ്യാസ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇനീഷ്യൽ ടെമ്പറേച്ചർ നമ്മൾ നോക്കും, ഫൈനൽ ടെമ്പറേച്ചർ നോക്കും. ഇതെല്ലാം കൂടി വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫൈനലി ഗ്യാഷ്യസ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടായിരിക്കും. തെർമോമീറ്റർ നമുക്കറിയാം മെഷർ ദ വാട്ടർ ടെമ്പറേച്ചർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹീറ്റിങ്ങിൻ്റെ മുന്നും ഹീറ്റിങ്ങിന് ശേഷമുള്ള വാട്ടർ ടെമ്പറേച്ചർ അളക്കാൻ നമ്മൾ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും.
പിന്നെ വാട്ടർ ഫ്ലോ മീറ്റർ ഉണ്ട്. വാട്ടർ ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എമൗണ്ട് ഓഫ് വാട്ടറാണ് അതിലൂടെ ഫ്ലോ ചെയ്ത് അളക്കാനായിരിക്കും വാട്ടർ ഫ്ലോ മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കാം. മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദ ജാക്കറ്റ്. ലാസ്റ്റ് എക്സോസ്റ്റ് ഔട്ട്ലെറ്റ് വെറുതെ കമ്പഷൻ ഗ്യാസസ് ഗോ ഔട്ട്, അതായത് കമ്പഷൻ ഗ്യാസ് പുറത്തേക്ക് പോകുന്ന ഭാഗമാണ് എക്സോസ്റ്റ് ഗ്യാസ് ഔട്ട്ലെറ്റ്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു വാട്ടർ ഫ്ലോ മീറ്റർ നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് അത് ഈ ഒരു ഡയറക്ഷനിലേക്ക് ആരോ മാർക്ക് കാണിച്ചിട്ട് ടു മെഷറിങ് വെസൽ, അതായത് ആ ഒരു വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മെഷറിങ് വെസൽ ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുക, അത്രത്തോളം എമൗണ്ട് ഓഫ് വാട്ടറാണ് അവിടെ യൂസ് ചെയ്തത് നമ്മൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാ ഡാറ്റാസും കൂടി വെച്ചായിരിക്കും എത്രത്തോളം വാട്ടർ ഉപയോഗിച്ചു, എത്രത്തോളം ഗ്യാഷ്യസ് ഫ്യൂവൽ ഉപയോഗിച്ചു, എത്രത്തോളം ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായി, ഇതെല്ലാം കൂടി വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ ഉപയോഗിച്ച് ഗ്യാഷ്യസ് ഫ്യൂവലിൻ്റെ കലോറിഫയർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മാക്സിമം ഈ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ മാക്സിമം കണ്ടിട്ട് മാക്സിമം ആ ഒരു ഉപയോഗപ്പെടുത്തുക, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയിട്ട് പാസ്സാവാനായിട്ട് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. ഓക്കെ, തൽക്കാലം നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം, ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.